നമസ്കാരം. വെറും 61 ദിവസം, കൃത്യമായി പറഞ്ഞാൽ വെറും 61 ദിവസം കൊണ്ട് ഒരു സംസ്ഥാന ഭരണം എങ്ങനെ കംപ്ലീറ്റ് കോമഡി സർക്കസ് ആക്കി മാറ്റാമെന്ന് കൃത്യമായി തെളിയിച്ചു തന്ന വി.ഡി. സതീശൻ സർക്കാരിനും അദ്ദേഹത്തിന്റെ ആ കസേരകളി സംഘത്തിനും എൻ്റെ വക ഒരു വലിയ സല്യൂട്ട്. അധികാരം കയ്യിൽ കിട്ടിയാൽ നാട് നന്നാക്കുമെന്നും ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കളയുമെന്നും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വായിൽ തള്ളിമറിച്ച് ഒടുവിൽ എങ്ങനെയൊക്കെയോ ഭരണം കൈക്കലാക്കിയപ്പോൾ സ്വന്തം അണികൾ തന്നെ മുഖ്യമന്ത്രിയുടെ ആണത്തം പരസ്യമായി അളക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച കോൺഗ്രസ് ഗ്രൂപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ആഴം ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ ആണത്തം എന്ന വാക്ക് ഞാൻ വെറുതെ ഒരു രസത്തിന് പറഞ്ഞതല്ല. സ്വന്തം സംഘടനയിൽ ചോര നീരാക്കി പണിയെടുത്ത മുതിർന്ന നേതാക്കൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി വിളിച്ചു കൂവിയതാണ്. വികസനത്തെക്കുറിച്ചോ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെക്കുറിച്ചോ യാതൊരു ഗൗരവമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഭരണം കൈയാളിയാൽ ഇതിലപ്പുറം മറ്റെന്താണ് സംഭവിക്കുക എന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം ഗ്രൂപ്പ് താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഇത്തരം അടിയൊഴുക്കുകൾ ജനങ്ങൾ വളരെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട് എന്ന കാര്യം ഇവർ മറക്കരുത്. കോൺഗ്രസിന്റെ സ്വന്തം അഭിഭാഷക സംഘടനയായ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സാബു തൊഴുപ്പാടൻ സോഷ്യൽ മീഡിയയിലിട്ട ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോൾ ചിരിച്ച് മണ്ണ് കപ്പിയ അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ. പതിറ്റാണ്ടുകളായി പാർട്ടിയുടെ കൊടിയും പിടിച്ച് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കോടതികളിൽ വാദിച്ച് ജീവിച്ച പാവം കോൺഗ്രസ് അഭിഭാഷകരെ മുഴുവൻ ഒരൊറ്റ രാത്രി കൊണ്ട് തെരുവിലിറക്കി മാസം 5 ലക്ഷം രൂപയ്ക്ക് മേൽ വലിയ വരുമാനമുള്ള സ്റ്റേറ്റ് അറ്റോർണി പദവി സ്വന്തം വ്യക്തിപരമായ താല്പര്യപ്രകാരം അനൂപ് നായർ എന്ന തികച്ചും ജൂനിയറായ വ്യക്തിക്ക് ദാനം ചെയ്ത സതീശന്റെ ആ വിശാല മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ഒരു യോഗ്യതയോ മികവോ അവകാശപ്പെടാനില്ലാത്ത സ്വന്തക്കാരനെ ഇത്രയും ഉയർന്ന പദവിയിൽ പ്രതിഷ്ഠിച്ചപ്പോൾ പാവപ്പെട്ട അണികളുടെ കഠിനമായ അധ്വാനത്തിന് എന്ത് വിലയാണ് കോൺഗ്രസ് നൽകിയത്? ആ ആജ്ഞാനുവർത്തി ഒപ്പിടാതെ എല്ലാം രഹസ്യമാക്കി വെച്ച് തലേ ദിവസം രാത്രി 7 മണിക്ക് ധൃതി പിടിച്ച് കൈമാറിയ ഗവൺമെന്റ് പ്ലീഡർമാരുടെ ലിസ്റ്റിലാണ് സ്വന്തം കോൺഗ്രസുകാരെ ഒന്നടങ്കം വെട്ടിനിരത്തി കോൺഗ്രസ് വിരുദ്ധർക്ക് നിയമനങ്ങൾ വെച്ചു നീട്ടിയത്. ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇവിടെയാണ് കോൺഗ്രസിന്റെയും വി.ഡി. സതീശന്റെയും യഥാർത്ഥ ഇരട്ടത്താപ്പ് വലിയ രീതിയിൽ പുറത്തു വരുന്നത്. രാവിലെ എഴുന്നേറ്റത് മുതൽ RSSനെ നഖശികാന്തം എതിർക്കുന്നുവെന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കുമെന്നും മൈക്ക് കെട്ടി വലിയ വായിൽ പ്രസംഗിക്കുന്നവരാണ് ഈ കോൺഗ്രസുകാർ. എന്നാൽ ഇപ്പോൾ സ്വന്തം അണികൾക്ക് കൊടുക്കാൻ ആവശ്യത്തിന് യോഗ്യതയുള്ള അഭിഭാഷകരില്ലാത്തതുകൊണ്ട് ഒടുവിൽ മികച്ച കഠിനാധ്വാനവും ദേശീയതയും നെഞ്ചിലേറ്റി മുന്നോട്ടു പോകുന്ന ഒരു യഥാർത്ഥ സംഘപ്രവർത്തകന്റെ യോഗ്യതയെ കോൺഗ്രസ് സർക്കാരിന് തന്നെ ഈ ഔദ്യോഗിക ലിസ്റ്റിലൂടെ പരസ്യമായി അംഗീകരിക്കേണ്ടി വന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ ഇതിലും വലിയൊരു തിരിച്ചടി ഇനി കിട്ടാനില്ല. സ്വന്തം നയങ്ങളിൽ ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത ഒരു പാർട്ടിക്ക് മാത്രമേ ഇത്തരമൊരു കപട നിലപാട് സ്വീകരിക്കാൻ കഴിയൂ എന്ന് വ്യക്തമാണ്. ആശയപരമായ ദൃഢതയില്ലാത്ത പ്രസ്ഥാനമായി കോൺഗ്രസ് പൂർണ്ണമായി മാറിയിരിക്കുന്നു. സ്വന്തം ഭാഗത്തുണ്ടായ വലിയ അഴിമതികളും കനത്ത വീഴ്ചകളും പൊതുജനങ്ങളിൽ നിന്നും അണികളിൽ നിന്നും മറച്ചുവെക്കാൻ വേണ്ടി രാജാവ് നഗ്നനാണെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ പാവം KSUക്കാരെ ആട്ടിയോടിച്ച് പരസ്യമായി അവഹേളിച്ച സതീശൻ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ പൂർണ്ണമായി ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കരുതെന്നും ആണത്തം കാണിച്ച് തെറ്റുകൾ ഏറ്റുപറയണമെന്നുമൊക്കെ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന അഭിഭാഷകൻ മുഖ്യമന്ത്രിയോട് പരസ്യമായി ഫേസ്ബുക്കിലൂടെ വിളിച്ചു പറയുമ്പോൾ സതീശൻ പടുത്തുയർത്തിയ ആ ബലഹീനമായ ഗ്രൂപ്പ് സാമ്രാജ്യത്തിന്റെ അടിത്തറയാണ് ഇളകിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം അണികളെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ ശരിയായ രീതിയിൽ നയിക്കുക? ഈ തകർച്ച കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടാണ്. ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ ഭരണം ഇപ്പോൾ നീങ്ങുന്നത്. കൂടെ കോൺഗ്രസുകാരനല്ലാത്ത അഡ്വക്കേറ്റ് ജനറൽ ജൈജു ബാബുവിനെയും കൂട്ടി സതീശൻ നടത്തിയ ഈ അഴിമതി നിയമന മാമാങ്കം കേരളത്തിലെ കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണികളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ ചരിത്രപരമായ സെൽഫ് ഗോൾ കണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രോളുകളുമായി ചിരിച്ചു മരിക്കുമ്പോൾ സതീശൻ ചെയ്ത പാപങ്ങളുടെയും നെറികേടുകളുടെയും ഉത്തരവാദിത്തം സ്വന്തം തലയിൽ പേരാതെ ILC സംസ്ഥാന കമ്മിറ്റിയുടെ തലയിൽ തള്ളാൻ നോക്കരുത് എന്ന് അണികൾ തന്നെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. ചെയ്ത തെറ്റുകൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ വരുമ്പോൾ പഴി മറ്റുള്ളവരുടെ മേൽച്ചാരി രക്ഷപ്പെടാൻ നോക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ പണ്ടേയുള്ള സ്ഥിരം നമ്പറാണ്. എന്നാൽ ഇത്തവണ ജനങ്ങളും അണികളും അത് അത്ര എളുപ്പത്തിൽ വിശ്വസിക്കില്ല. ഭരണപരമായ പരാജയങ്ങൾ ഒളിച്ചുവെക്കാൻ ഇനി ആർക്കും സാധ്യമല്ല. ഇതിനിടയിലാണ് അന്തസ്സുള്ള ഈ ആഭ്യന്തര തമ്മിലടിക്ക് മുകളിൽ അടുത്ത വലിയ തമാശയുമായി KPCCയും ഹൈക്കമാൻഡും ഒന്നിച്ച് ചാടി വീണിരിക്കുന്നത്. കോൺഗ്രസിലെ കുട്ടി നേതാക്കളോടാണ് മിണ്ടിപ്പോകരുത്.
എന്നൊരു മാസ് പ്രസ്താവനയുമായി KPCC വായ് മൂടിക്കെട്ടാൻ പരസ്യമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സതീശന് ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് വലിയ താല്പര്യമെന്ന് സ്വന്തം പാർട്ടിക്ക് തന്നെ ഇപ്പോൾ നന്നായി ബോധ്യപ്പെട്ടിരിക്കുന്നു. പാർട്ടിയിൽ നിന്ന് തന്നെയാണ് തനിക്ക് ഏറ്റവും വലിയ പാര വരുന്നത് എന്ന് കൃത്യമായി അറിയാവുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഭയപ്പാടിന്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അധികാരം നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു നേതൃത്വമാണ് ഇപ്പോഴുള്ളത്. ഇത് ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സതീശന്റെ ഈ ഒളിച്ചുകളിക്ക് പിന്നിൽ പഴയ KSU നേതാവും നിലവിലെ ഡൽഹി സുൽത്താനുമായ KC വേണുഗോപാലിന്റെ വ്യക്തമായ തിരക്കഥയുണ്ടെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഗ്രൂപ്പ് മാനേജർമാർ പരസ്യമായി പാടി നടക്കുന്നത്. സതീശനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും എങ്ങനെയും താഴെയിറക്കാൻ സ്വന്തം പാളയത്തിൽ തന്നെ കഠിനമായി കോപ്പുകൂട്ടുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ഡൽഹിയിൽ നിന്ന് AICC നേതാക്കൾ വന്ന് പശയൊട്ടിക്കാൻ നോക്കുകയാണ്. ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം ചെളിവാരിയെറിയുന്ന നേതാക്കളെ നിയന്ത്രിക്കാൻ കേന്ദ്ര നേതൃത്വം പാടുപെടുന്നു. കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ വടംവലി കാരണം സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. ജനങ്ങൾ വലിയ ദുരിതത്തിലൂടെ കടന്നുപോകുമ്പോഴും ഇവർ ഗ്രൂപ്പുകളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സർക്കാരും പാർട്ടിയും തമ്മിൽ വലിയ സഹകരണമാണെന്ന് പുറമേ കാണിക്കാൻ നടത്തുന്ന ഈ വിലക്കുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഭാവിയും ഭരണവും എത്രത്തോളം വലിയ അപകടത്തിലാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. സ്വന്തം അണികൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം നൽകാതെ പരസ്യമായി പ്രസ്താവന നടത്തുന്നതിനും മറുപടി നൽകുന്നതിനും വിലക്കേർപ്പെടുത്തിയ നടപടി ജനാധിപത്യ പാർട്ടി എന്ന് വീമ്പ് പറയുന്ന കോൺഗ്രസിന്റെ യഥാർത്ഥ ഫാസിസ്റ്റ് മുഖം തുറന്നു കാട്ടുന്നു. ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തിന്റെ വികസനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ കേരളത്തിൽ 61 ദിവസം മാത്രം പ്രായമുള്ള ഒരു ഭരണകൂടം കസേരയ്ക്കും പണത്തിനു വേണ്ടി പരസ്പരം കടിച്ചു കീറുന്നു. ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ഇത്തരം നേതാക്കളാണ് നാടിന്റെ പുരോഗതിക്ക് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത്. സ്വന്തം ഭാഗത്തെ വലിയ കൊള്ളരുതായ്മകളും അഴിമതികളും മറച്ചുവെക്കാൻ പാടുപെടുന്ന കോൺഗ്രസ് നേതാക്കൾ ഇനിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കേണ്ടതില്ല. സ്വയം സൃഷ്ടിച്ച ഈ രാഷ്ട്രീയ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ലെന്നത് വരികൾക്കിടയിലൂടെ വളരെ വ്യക്തമാണ്. വരും ദിവസങ്ങളിൽ ഈ നാടകം കണ്ട് ചിരിക്കാൻ പൊതുജനങ്ങൾക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ സതീശൻ ഒരുക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ജനാധിപത്യവും സുതാര്യതയും പൂർണ്ണമായും തകർത്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന ഈ നെറികെട്ട രാഷ്ട്രീയ നാടകങ്ങൾക്കെതിരെ ജനങ്ങൾ ഒന്നിച്ച് രംഗത്തിറങ്ങണം. സ്വന്തം അഴിമതിയുടെ ചെളി കഴുകിക്കളയാൻ കെൽപ്പില്ലാത്ത സതീശനും കൂട്ടരും ഇനിയും ജനങ്ങളെ വിഡ്ഢികളാക്കാം എന്ന് കരുതരുത്. നാടിന്റെ സുസ്ഥിരമായ വികസനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ജനങ്ങൾ ഈ കപട രാഷ്ട്രീയത്തെ വേരോടെ പിഴുതെറിയണം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന രാഷ്ട്രീയ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.